2025 മലയാള സിനിമയ്ക്ക് ഒരു എക്സൈറ്റിംഗ് വർഷമായിരുന്നു. പക്ഷേ എല്ലാ സിനിമകളും അത്ര ഹിറ്റായില്ല. ഇന്ന് നമ്മൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഡിസപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓവർ ഹൈപ്ഡ് ത്രില്ലറുകൾ മുതൽ ക്രിഞ്ച് കോമഡി സിനിമകൾ വരെ ഇതാ 2025 ഏറ്റവും വേഴ്സ്റ്റ് മലയാളം സിനിമകൾ. അവയ്ക്ക് എവിടെയാണ് പിഴിച്ചതെന്നും നമുക്ക് നോക്കാം. 1. ബസൂക്ക, മമ്മൂട്ടീസ് മിസ്ഡ് ഷോട്ട്. ബസൂക്ക മാർക്കറ്റ് ചെയ്തത് ഒരു സ്റ്റൈൽ ആൻഡ് ആക്ഷൻ ത്രില്ലർ എന്ന നിലയ്ക്കാണ്. മമ്മൂട്ടി പ്ലേയിങ് എ മിസ്റ്റീരിയസ് ബ്രൂഡിംഗ് ഗെയിമർ ടേൺഡ് അസാസിൻ. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷെ കിട്ടിയതാകട്ടെ നല്ല സ്റ്റൈലിഷ് വിഷ്വൽസിൽ പൊതിഞ്ഞ ഒരു കൺഫ്യൂസ്ഡ് കഥയും. സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം മോശം തിരക്കഥയായിരുന്നു. ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത കഥ കാരണം കട്ട ഫാൻസ് പോലും തല പുകഞ്ഞാലോചിച്ചു. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ശരിക്ക് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് ഒരു ഇമോഷണൽ കണക്ഷനും കിട്ടിയില്ല. VFXും സ്റ്റൈലും വിദേശ സിനിമകളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത പോലെ തോന്നി. പക്ഷെ അതിലൊരു ഒറിജിനാലിറ്റിയോ മലയാളിത്തമോ ഉണ്ടായിരുന്നില്ല. വെർഡിക്റ്റ്: കണ്ടന്റ് ഒന്നുമില്ല, സ്റ്റൈൽ മാത്രം. ആ സ്റ്റൈൽ പോലും ഒരു സെക്കൻഡ് ഹാൻഡ് പോലെ തോന്നി.